എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് പാലക്കാടാണ്. ഞാൻ ഏകദേശം ഒരു 4 വർഷത്തോളമായി ഈ ചെമ്മനാട് താമസിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞ്, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ 3 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ചെറിയൊരു കുടുംബം എന്ന് പറയുന്നത്. ഞാൻ ഇവിടത്തേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു പരിസരത്ത് താമസിച്ചാലും ഞാൻ ഇടയ്ക്ക് മാത്രമാണ് ഈ അമ്പലത്തിലേക്ക് ദർശനത്തിനായി വന്നുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ വരുന്ന ഒരു അമ്പലത്തിലേക്ക് അങ്ങനെ പോകുന്നൊരു വ്യക്തിയുമല്ലായിരുന്നു. പോവും ഇടയ്ക്ക്, മന്ത്ലിയൊക്കെ നമ്മൾ പോവും എന്നല്ലാതെ ഫ്രീക്വൻ്റ്ലി ഞാൻ അങ്ങനെ ഒരു പോകുന്നൊരു വ്യക്തിയല്ലായിരുന്നു. എൻ്റെ മോൾക്കൊരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സ് വരയ്ക്കും യാതൊരുവിധ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഒരു 2.5 വയസ്സിന് ശേഷം കുഞ്ഞിന് എപ്പോഴും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഇവിടെ തന്നെ പരിചയത്തിലുള്ള, എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിലെ തന്നെ ഒരു ഏകദേശം കോക്കരമന എന്ന് പറയും, അവിടെ നിന്നുള്ള ഒരു വ്യക്തി എന്നോട് പറയണേ, ഇങ്ങനെ ചെമ്മനാട്ടപ്പൻ്റെ അമ്പലത്തിലേക്ക് പോവൂ, അവിടെ ഗരുഡസ്വാമിയോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം എന്നെക്കൊണ്ട് സാധിക്കാവുന്ന എല്ലാ ഞായറാഴ്ചകളിലും, ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ അമ്പലത്തിലേക്ക് വരാറുണ്ട്, ഭഗവാനെ കാണാൻ വരാറുണ്ട്. അപ്പോൾ ഞാൻ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഏകദേശം ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. കാരണം അസുഖങ്ങളിൽ നിന്ന് അവൾ മുക്തയായി. ഇപ്പോൾ പൂർണ്ണമായും അവൾ മുക്തയായി. മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവൾക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങി, അംഗനവാടി പോകാൻ പറ്റി, ഇപ്പോൾ ദേ സ്കൂളിൽ ചേർത്തു. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വന്നു എൻ്റെ കുഞ്ഞിലേക്ക് തന്നെ എനിക്ക് വലിയൊരു വ്യത്യാസം വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എന്നും ഭഗവാനെ കാണാൻ വരണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ എല്ലാ ഞായറാഴ്ചയും എന്നെക്കൊണ്ട് പറ്റുന്ന, ഞാനൊരു സ്ത്രീയാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ഞായറാഴ്ചകളിലും ഞാനിവിടെ വരാറുണ്ട്, ഭഗവാനെ കാണാറുണ്ട്. എൻ്റെ കുഞ്ഞും ഇപ്പോൾ സുഖമായിരിക്കുന്നു.